ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹാദരണീയരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സാബി എന്ന് പറയുന്ന ഒരു വ്ളോഗർ മുസ്ലിയാരുട്ടി, അദ്ദേഹം നബിദിനം ആഘോഷിക്കുന്നതിന് തെളിവ് വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്ത് യൂനിസിലെ 58-ാമത്തെ ആയത്ത് ഓതുകയും ആ ആയത്തിന് തെറ്റായ നിലക്ക് അർത്ഥം പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തു. നമ്മൾ അദ്ദേഹത്തെ കൃത്യമായ നിലക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടികൂടി. മാത്രവുമല്ല, ആ ആയത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവായിരുന്നുവെങ്കിൽ, കാരണം ആ ആയത്തിൽ കൽപ്പനയാണല്ലോ ഉള്ളത്, അതാദ്യമായി നടപ്പിൽ വരുത്തേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പിൽ വരുത്തിയില്ല. സ്വഹാബിമാരത് നടപ്പിൽ വരുത്തണ്ടേ? കാരണം ആയത്തിലുള്ള കൽപ്പന ഒന്നുകിൽ വാജിബായിരിക്കും, അതല്ലെങ്കിൽ സുന്നത്തായിരിക്കും. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരും താബിഉകളും തബഉ താബിഉകളും ഇമാമീങ്ങളും ആർക്കും അത് മനസ്സിലായില്ല. പിന്നെ നിങ്ങൾക്കാണോ അത് മനസ്സിലായത് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ചോദ്യത്തിന് ഒരു മറുപടിയും അദ്ദേഹം തന്നിട്ടില്ല. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉയർത്തിയ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഈ ആയത്ത് നിങ്ങളെപ്പോലെയുള്ള വിവരദോഷികളായ ആരെങ്കിലും വന്ന് സോഷ്യൽ മീഡിയയിൽ ഓതി ഇത് നബിദിനാഘോഷത്തിന് തെളിവാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണോ? ഈ ആയത്തിന് പ്രാമാണികരായ മുഫസ്സിറുകൾ ആരെങ്കിലും ഇത് നബിദിനാഘോഷത്തിന് തെളിവാണ് എന്ന നിലക്ക് അവർ തഫ്സീർ നൽകിയത്, വ്യാഖ്യാനം നൽകിയത് റബീഉൽ അവ്വൽ മാസത്തിനും ആ മാസത്തിൻ്റെ 12-നുമൊക്കെ പ്രത്യേകമായ നിലക്ക് മതമഹത്വം നൽകിക്കൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ള തെളിവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പ്രാമാണികരായ മുഫസ്സിറുകളെയാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ആ ചോദ്യം സാബി എന്ന് പറയുന്ന മുസ്ലിയാരെ വല്ലാതെ കുഴക്കി. അതിന് മറുപടി പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടായില്ല എന്ന് മാത്രമല്ല, ആ വെല്ലുവിളിയിൽ നിന്ന് അദ്ദേഹം ഓടിയൊളിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന് നേർക്ക് നേരെ കിതാബെടുത്ത് വരാൻ പ്രയാസമുള്ളത് കൊണ്ടായിരിക്കാം, ഏതോ ഒരു മുസ്ലിയാരുട്ടിയെ ഒരു കിതാബും കൊടുത്ത് ആ പാവത്തിനെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിച്ച് ഈ സാബി എന്ന വ്ളോഗർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇന്നലെ ഞാൻ കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കള്ളപ്രചാരണത്തെ പിടികൂടണം എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. എന്താണ് ആ മുസ്ലിയാരുട്ടി പറഞ്ഞത്? അതല്ല, ആ മുസ്ലിയാരുട്ടിയെ കൊണ്ട് ഈ സാബിയെ പോലെയുള്ള ആളുകൾ എന്താണ് പറയിപ്പിച്ചത്? എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനി സാധിക്കുമോ? ഒക്കെ നമുക്ക് പരിശോധിക്കാം. ആദ്യം ആ മുസ്ലിയാരുട്ടി പറയട്ടെ. ഈ ആയത്ത് തെളിവാണ് എന്ന് ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതെന്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്റെ കയ്യിലുള്ളത് പ്രശസ്ത പണ്ഡിതനായ ഹാഫിൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ പ്രമുഖ ശിഷ്യനായ അൽ ഹാഫിൾ ഇബ്രാഹിം നാജി റഹിമഹുള്ളയുടെ കൻസുൽ റാഗിബീൻ അൽ വഫാത്ത് എന്ന കിതാബാണ്. ഇതിന്റെ 36-ാമത്തെ പേജിൽ കാണാം, വതബറകു ബിവിലാദതിഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്ത് എടുക്കുകയും വഫ്റഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുകയും. എന്താണ് തെളിവ്? വസ്മഉ ഖൗല റബ്ബിക്കും ഇൻ കുൻതും തസ്മഊൻ, അല്ലാഹുവിന്റെ ഖൗല് നിങ്ങൾ കേൾക്കുകയും കേൾക്കാൻ സാധിക്കുമെങ്കിൽ. എന്താ തെളിവ്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അപ്പോൾ ഈ ആയത്ത് നബിദിനാഘോഷത്തിന് കൃത്യമായ രേഖയാണ്, തെളിവാണ്, പ്രമാണമാണ് എന്ന് ഹാഫിദ് ഇബ്രാഹിം നാജി റഹിമഹുല്ലാ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. വെല്ലുവിളി സ്വീകരിച്ചു പോലും. അതെ, സമാധാനത്തിന് അങ്ങനെ പറയുന്നത് വളരെ നല്ലതാണ്. എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ സാബിക്ക് കഴിഞ്ഞിട്ടില്ല. സാബിക്ക് അതിന് ചങ്കൂറ്റവുമില്ല. ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇനിയും ഞാൻ സാബിയെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ചോദിച്ച എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമോ? അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നോട്ട് തന്നവർക്കുമില്ല. മറിച്ച് ചാവേർ എന്ന നിലയ്ക്ക് ഒരു പാവപ്പെട്ട പള്ളി ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ എന്തൊക്കെയോ പറഞ്ഞ് വീഡിയോ ചെയ്യിപ്പിച്ചു എന്നതല്ലാതെ നിങ്ങൾക്ക് കിതാബെടുത്ത് വരാൻ, അതിനെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ സാബി വരട്ടെ. എൻ്റെ വെല്ലുവിളി എന്തായിരുന്നു? പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു എൻ്റെ വെല്ലുവിളി. എന്നാൽ നിങ്ങൾ ഈ കൊണ്ടുവന്നത് ബുർഹാനുദ്ദീൻ നാജി, അദ്ദേഹം മുഫസ്സിറാണോ?
നിങ്ങൾ ഉദ്ധരിച്ച ഗ്രന്ഥം തഫ്സീർ ഗ്രന്ഥമാണോ? നിങ്ങൾ ആരെയാണ് ഈ പൊട്ടീസാക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഈ വിഡ്ഢിയാക്കുന്നത്? ബുർഹാനുദ്ദീനുൻ നാജി എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ധരിച്ച ഈ പണ്ഡിതൻ ആധികാരികമായ മുഫസ്സിറുകളിൽപ്പെട്ടയാളാണെന്ന് ആരാണ് പറഞ്ഞത്? തെളിയിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ കൊണ്ടുവരി. നിങ്ങൾ തഫ്സീർ ഗ്രന്ഥ കൊണ്ടുവന്നത്? നിങ്ങൾ മുഫസ്സിറിനെയാണോ ഉദ്ധരിച്ചത്? അപ്പൊ എന്റെ ചോദ്യം ഇവിടെ ഇതാ വീണ്ടും, എന്റെ വെല്ലുവിളി വീണ്ടും ഇവിടെ പ്രക്ഷോഭിതമായി നിൽക്കുകയാണ്. ആയിരക്കണക്കിന് പ്രാമാണികരായ മുഫസ്സിറുകൾ ഉണ്ടായിട്ട്, റഫറൻസ് ഉണ്ടായിട്ട്, ഇതാ പിടിച്ചോ, സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിന് തഫ്സീർ നൽകി പ്രാമാണികരായ ആധികാരികമായ ഇന്ന മുഫസ്സിർ, അത് നബിദിനാഘോഷത്തിന് തെളിവാണ്, ഇതാ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ മുഫസ്സിറിനെ അതല്ലെങ്കിൽ ആ തഫ്സീർ ഗ്രന്ഥം ഒന്ന് എടുത്തു കാണിക്കാൻ എന്തിയെ നിങ്ങൾക്ക് സാധിക്കാതെ പോയത്? സാധിക്കൂല. ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. നിങ്ങൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് ചാൻസ് തരികയാണ്. ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. നിങ്ങളുടെ വായിൽ തോന്നിയ അർത്ഥം പറഞ്ഞ് അള്ളാഹുവിന്റെ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ച് ജനങ്ങളെ വഴിതെറ്റിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ കൊണ്ടുവന്നതോ അതും നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. ബുർഹാനുദ്ദീനുൻ നാജി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണ് കൊണ്ടുവന്നത്, അല്ലേ? ആ പണ്ഡിതനെ അംഗീകരിക്കാൻ കഴിയോ? കൊണ്ടുവന്ന ഗ്രന്ഥം തഫ്സീർ ഗ്രന്ഥമല്ല. ഇനി അവിടെ വായിച്ചത് തന്നെയാണെങ്കിലോ അതിന്റെ അവസ്ഥ എന്താണ്? ഈ ബുർഹാനുദ്ദീനുൻ നാജി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന് ഹിഫ്ളിന്റെ വിഷയത്തിലും മസ്അലകളെ ശരിക്കും പഠിച്ചോ? ആ മുസ്ലിയാരുട്ടിയും പഠിച്ചോ, ഈ സാബിയും പഠിച്ചോ? ഹിഫ്ളിന്റെ വിഷയത്തിലും മസ്അലകളെ തഹ്ഖീഖ് ചെയ്യുന്ന വിഷയത്തിലുമൊക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാം സുയൂത്തിയാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ അയാൾ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയുക? ഇങ്ങനെയൊക്കെ തന്നെ, ഇങ്ങനെയുള്ള സംഗതികൾ വാറോലകൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതാ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് ഇമാം സുയൂത്തിയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. നളുമുൽ ഇഖ്യാൻ ഫി അഅയാനിൽ അഅയാൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഗ്രന്ഥത്തിൽ ഈ ബുർഹാനുദ്ദീനുൻ നാജിയെ കുറിച്ച് ഇമാം സുയൂത്തി പറയുകയാണ്. അതായത് ഇമാം സുയൂത്തിയുടെ കിതാബുകൾ ഈ ബുർഹാനുദ്ദീനുൻ നാജി നിരൂപണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിരൂപണങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം ഇമാം സുയൂത്തി പറയുകയാണ്, സാബിയും അതേപോലെ ഈ മുസ്ലിയാരുട്ടിയുമൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണൂ. ഖുൽതു, ഞാൻ പറയുകയാണ്, വഹാദാ മിൻഹു ദലീലുൻ അലാ അദ്മി ഹിഫ്ളിഹി വതഹ്ഖീഖിഹി, ഇത് തെളിവാണ്. എന്ത്? അലാ അദ്മി ഹിഫ്ളിഹി വതഹ്ഖീഖിഹി. ഈ ബുർഹാനുദ്ദീനുൻ നാജി എന്ന് പറയുന്ന പണ്ഡിതന് അദ്ദേഹത്തിന് ഹിഫ്ളുമില്ല, തഹ്ഖീഖുമില്ല. മസ്അലകളെ കൃത്യമായ നിലക്ക് തഹ്ഖീഖ് ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് പോരായ്മകളുണ്ട്, ന്യൂനതകളുണ്ട്. അതുകൊണ്ട് ഹിഫ്ളും തഹ്ഖീഖുമില്ലാത്ത ഒരു പണ്ഡിതനെയാണ് നിങ്ങൾ കൊണ്ടെന്ന് ഉദ്ധരിച്ചത്. അതാണോ പ്രാമാണികമായത്? ഇതാണോ പ്രാമാണികമായത്? പ്രാമാണിക മുഫസ്സിറിനെ ഉദ്ധരിക്കാൻ പറഞ്ഞാൽ ഈ കോലത്തിലാണോ ഉദ്ധരിക്കേണ്ടത്? അതുകൊണ്ട് ഹിഫ്ളും തഹ്ഖീഖും ഇല്ലാത്ത ഈ പണ്ഡിതനെ നിങ്ങൾക്ക് പറ്റും. ഇയാൾ പറഞ്ഞത് നിങ്ങൾ എടുത്തോ, പക്ഷേ മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾക്ക് തെളിവാ വേണ്ടത്, ഞങ്ങൾക്ക് ആധികാരികതയാണ് വേണ്ടത്, ഞങ്ങൾക്ക് പ്രാമാണികതയാണ് വേണ്ടത്. അതുകൊണ്ട് എൻ്റെ വെല്ലുവിളി വീണ്ടും നിലനിൽക്കുകയാണ്. ഈ സാബി എന്ന് പറയുന്ന മുസ്ലിയാരോട് വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, നട്ടെല്ലും ചങ്കൂറ്റവും ഉണ്ടെങ്കിൽ നേരിട്ട് കിതാബ് എടുത്തിട്ട് വാ. എന്നിട്ട് പ്രാമാണികരായ ആയിരക്കണക്കിന് മുഫസ്സിറുകളുടെ റഫറൻസ് ഉണ്ടായിരിക്കെ അതിൽ നിന്നൊരു തഫ്സീർ ഗ്രന്ഥം എടുത്തുകൊണ്ടുവന്ന് സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവാണ്, റബീഉൽ അവ്വൽ മാസത്തിലെ 12-നും ആ മാസത്തിനും ഫളിലും പ്രത്യേകതയും കൽപ്പിച്ച് മതമഹത്വം കൽപ്പിച്ച് ആഘോഷിക്കാനുള്ള തെളിവാണ്, അതാണ് അള്ളാഹു പറഞ്ഞത്, അതാണ് ഈ കൽപ്പന എന്ന് ഉദ്ധരിക്കാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുപോവാ. അതല്ലാതെ വേറെ ഈ നിലക്കുള്ള ഉഡായിപ്പുകളല്ല വേണ്ടത് കേട്ടോ. അതുകൊണ്ട് എൻ്റെ വെല്ലുവിളി വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ശ്രോതാക്കൾ മനസ്സിലാക്കുക, ഇവരെ കൊണ്ട് ഇതൊക്കെ തന്നെ കഴിയുള്ളൂ. നമ്മൾ തഫ്സീർ ചോദിച്ചാൽ ഇവർ കൊണ്ടുവന്ന കോലമാണിത്. അത് ഇവരെ പണ്ഡിതന്മാരെന്നെ പറ്റാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞ ആളുകളെ പിടിച്ചിട്ടാണ് ഈ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പിൽ ഞാൻ സംസാരിക്കും. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഇതുപോലെയുള്ള കളവ് പ്രചരിപ്പിക്കുന്ന പ്രചാരകരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.